അറ്റ്ലാന്റയിൽ നടന്ന ഫിഫ ലോകകപ്പ് സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയ നാടകീയ വിജയത്തിന് പിന്നാലെ അർജന്റീന താരങ്ങൾ നടത്തിയ ആഘോഷ പ്രകടനങ്ങൾ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഫോക്ലാൻഡ്സ് യുദ്ധത്തെ പരാമർശിക്കുന്ന രാഷ്ട്രീയ ബാനർ മൈതാനത്ത് പ്രദർശിപ്പിച്ചതാണ് ഫിഫയുടെ കർശന നടപടികൾക്ക് വഴിയൊരുക്കുന്നത്. ഇതോടെ അർജന്റീന ടീമിന് മൊത്തത്തിൽ വിലക്ക് ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് ഫുട്ബോൾ ലോകം. മത്സരശേഷം മാൽവിനകൾ അർജന്റീനക്കാരാണ് എന്ന് എഴുതിയ ബാനറുമായാണ് മിഡ്ഫീൽഡർ ജിയോവാനി ലോ സെൽസോ ഉൾപ്പെടെയുള്ള താരങ്ങൾ വിജയം ആഘോഷിച്ചത്. മുൻ പ്രീമിയർ ലീഗ് താരം കൂടിയായ ലോ സെൽസോയും മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരം നിക്കോളാസ് ഒട്ടമെന്റിയുമാണ് ഗാലറിയിൽ ഉണ്ടായിരുന്ന ആരാധകരിൽ നിന്ന് ബാനർ വാങ്ങി ഗ്രൗണ്ടിൽ പ്രദർശിപ്പിച്ചത്. ഫോക്ലാൻഡ് ദ്വീപുകൾക്ക് മേലുള്ള അർജന്റീനയുടെ അവകാശവാദമാണ് ഈ വാചകങ്ങളിലൂടെ താരങ്ങൾ സൂചിപ്പിച്ചത്. ഫുട്ബോൾ നിയമങ്ങൾ നിയന്ത്രിക്കുന്ന രാജ്യാന്തര ഫുട്ബോൾ അസോസിയേഷൻ ബോർഡും ഫിഫയും കളിക്കളത്തിൽ രാഷ്ട്രീയമോ മതപരമോ ആയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കളിക്കാരുടെ വസ്ത്രങ്ങളിലോ ഉപകരണങ്ങളിലോ രാഷ്ട്രീയ മത വ്യക്തിപര മുദ്രാവാക്യങ്ങളോ ചിത്രങ്ങളോ ഉൾപ്പെടുത്താൻ പാടില്ല എന്നാണ് ചട്ടം. ഈ നിയമം ലംഘിക്കുന്ന കളിക്കാർക്കും ടീമുകൾക്കുമെതിരെ മത്സര സംഘാടകർ ദേശീയ ഫുട്ബോൾ അസോസിയേഷൻ അല്ലെങ്കിൽ ഫിഫ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇതാണ് ഇപ്പോൾ അർജന്റീനയ്ക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത്. സംഭവം വൻ വിവാദമായതോടെ കളിക്കാർക്ക് പൂർണ്ണ പിന്തുണയുമായി അർജന്റീന വൈസ് പ്രസിഡന്റ് വിക്ടോറിയ വില്ലാറുവൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഫോക്ലാൻഡ്സ് അർജന്റീനയുടേതാണെന്ന മുദ്രാവാക്യം സ്റ്റേഡിയത്തിൽ അവർ നിരോധിച്ചിട്ടുണ്ടാകാമെന്നും എന്നാൽ ഈ മുദ്രാവാക്യം തങ്ങളുടെ ഹൃദയത്തിലും രക്തത്തിലുമാണുള്ളതെന്ന് അവർ മറന്നുപോയെന്നുമാണ് വിക്ടോറിയ എക്സിൽ കുറിച്ചത്. എന്താണ് ലാസ് മാൽവിനാസ് വിവാദം? അർജന്റീനയുടെ കിഴക്കൻ തീരത്ത് നിന്ന് ഏകദേശം 480 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശമാണ് ഫോക്ലാൻഡ്സ് ദ്വീപുകൾ. അർജന്റീന ഈ പ്രദേശത്തെ ലാസ് മാൽവിനാസ് എന്നാണ് വിളിക്കുന്നത്. 1774 ബ്രിട്ടൻ അധീനതയിലാക്കിയ ഈ പ്രദേശത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ നൂറ്റാണ്ടുകളായി തർക്കം നിലനിൽക്കുന്നുണ്ട്. പിന്നീട് 1982 അർജന്റീന സൈന്യം ഈ ദ്വീപുകൾ പിടിച്ചെടുക്കാൻ അധിനിവേശം ആരംഭിച്ചതോടെയാണ് പ്രശസ്തമായ ഫോക്ലാൻഡ്സ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ആ വർഷം ഏപ്രിൽ 2 മുതൽ ജൂൺ 14 വരെ നീണ്ടുന്ന യുദ്ധത്തിനൊടുവിൽ അർജന്റീനിയൻ സൈന്യം ബ്രിട്ടന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. 649 അർജന്റീൻ സൈനികരും 255 ബ്രിട്ടീഷ് സൈനികരും 3 സാധാരണക്കാരും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. ഈ ചരിത്ര യുദ്ധത്തിന്റെ അലയൊലികൾ ഇന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ളത് കൊണ്ട് തന്നെ ഫുട്ബോൾ മൈതാനത്ത് ഇംഗ്ലണ്ടും അർജന്റീനയും നേർക്കുനേർ വരുമ്പോഴെല്ലാം ആരാധകർ ഇതിനെ ഫോക്ലാൻഡ്സ് യുദ്ധത്തിന്റെ തുടർച്ചയായാണ് നോക്കിക്കാണാറുള്ളത്.